വീണ്ടും കന്യാസ്ത്രീകൾക്ക് നേരെ സംഘപരിവാറിന്റെ പ്രകോപനം ഉണ്ടായിരിക്കുകയാണ്. അന്ന് ഛത്തീസ്ഗഡിലായിരുന്നെങ്കിൽ ഇന്നത് ഝാർഖണ്ഡിലാണെന്ന് മാത്രം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം ഉണ്ടായത്. ജംഷഡ്പൂർ ടാറ്റാനഗർ റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകളെയും 19 കുട്ടികളെയുമാണ് സംഘപരിവാർ സംഘടനകൾ തടഞ്ഞത്. VHP ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് പ്രകോപനത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത്. ഇവിടെയും വിഷയത്തിന് വ്യത്യാസമൊന്നുമില്ല, മതപരിവർത്തനം തന്നെ. മതപരിവർത്തനം ചൂണ്ടിക്കാട്ടി കന്യാസ്ത്രീകളെയും കുട്ടികളെയും തടഞ്ഞ വിവരം VHP ബജ്രംഗ് ദൾ പ്രവർത്തകർ തന്നെയാണ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പങ്കുവച്ചത്. ജംഷഡ്പൂർ രൂപതയുടെ കീഴിൽ നടക്കുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ കന്യാസ്ത്രീകളെയാണ് പോലീസ് പിടികൂടിയത്. ഇതോടെ പ്രകോപനവുമായി കൂടുതൽ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇതോടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും പോലീസും വിഷയത്തിൽ ഇടപെടുകയുണ്ടായി. കന്യാസ്ത്രീകളെയും സംഘത്തെയും സ്റ്റേഷനിലെത്തിച്ച് പോലീസ് ചോദ്യം ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയുമായിരുന്നു. നേരത്തെ ഛത്തീസ്ഗഡിലും ഒഡീഷയിലും മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ സംഘപരിവാർ ആക്രമണം അരങ്ങേറിയിരുന്നു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കന്യാസ്ത്രീകൾക്കൊപ്പം ഛത്തീസ്ഗഡ് സ്വദേശിയായ ആദിവാസി യുവാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത സ്ഥിതിവിശേഷവും ഉണ്ടായി. ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണമായിരുന്നു അവിടെയും പോലീസിന്റെ ഇടപെടൽ നടന്നത്. റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകളോട് ആക്രോശിക്കുകയും ആദിവാസി യുവാവിനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്ത ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഇന്നും മായാതെയുണ്ട്. ഒടുവിൽ ആരുടെയൊക്കെയോ ഇടപെടലിലൂടെ ദിവസങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ശേഷം കർശന വ്യവസ്ഥകളോടെയായിരുന്നു കന്യാസ്ത്രീകൾക്കും ആദിവാസി യുവാവിനും ജാമ്യം ലഭിച്ചത്. ഈ സംഭവത്തിന് ശേഷമായിരുന്നു ഒഡീഷയിൽ കന്യാസ്ത്രീകൾക്കും വൈദികനും നേരെ വീണ്ടും സംഘപരിവാർ ആക്രമണം നടന്നത്. ജലേശ്വറിലെ ഇടവക വികാരി ഫാദർ ലിജോ നിരപ്പലും ബാലസോർ രൂപതയിലെ ജോഡ ഇടവകയിലെ ഫാദർ വി ജോജോയുമാണ് ആക്രമണത്തിന് ഇരയായത്. ഇവർക്കൊപ്പം 2 കന്യാസ്ത്രീകളും ഉണ്ടായിരുന്നു. 70 പേരടങ്ങുന്ന സംഘമാണ് അന്ന് കയ്യേറ്റ ശ്രമങ്ങൾക്ക് കുടപിടിച്ചത്. ഇത്തരത്തിൽ പോകുന്നു അടങ്ങാത്ത ആക്രമണത്തിന്റെ കണക്ക്. ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുള്ള സംഘപരിവാറിന്റെ ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലനിൽക്കുന്നത്. കന്യാസ്ത്രീകളെ കണ്ടാൽ തുടങ്ങും ആക്രമണ മനോഭാവം. നല്ല ലക്ഷ്യം മുൻനിർത്തി പോകുന്നവർക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളാണ്. ഇന്ത്യക്കാർ മറ്റുള്ള രാജ്യങ്ങളിൽ എത്തുമ്പോൾ ആക്രമണങ്ങളെ നേരിടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്നാൽ സ്വന്തം രാജ്യത്തു പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടമാകുന്ന അവസ്ഥ അത്യന്തം ദയനീയം തന്നെ. ഇത്തരക്കാരെ കൂച്ചുവിലങ്ങിടാനുള്ള നടപടികൾ ഒന്നും ഇല്ലെന്നത് തന്നെയാണ് പ്രതിദിനം ഈ സംഭവങ്ങളൊക്കെ ആവർത്തിക്കപ്പെടുന്നതിന് കാരണമായിരിക്കുന്നത്. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ ആരോപിച്ചുള്ള നിരന്തര ആക്രമണങ്ങൾക്ക് തടയിടാത്ത പക്ഷം അത് വർഗീയ സംഘർഷങ്ങളിലേക്കുള്ള വഴിയാകും രാജ്യത്തിന് സമ്മാനിക്കുക.